ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 14-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. രക്തസ്രാവക്കാരി സ്ത്രീയുടെ സംഭവമാണ് ഇവിടുത്തെ പ്രധാന സംഭവമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ഈ സംഭവം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഒരു സാൻഡ്വിച്ച് സുവിശേഷ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ സ്വീകരിക്കേണ്ടത്. അതായത് ഈ സംഭവത്തിന്റെ തുടക്കം ഒരു ഭരണാധികാരി വന്നിങ്ങനെ യേശുവിനെ താണു വണങ്ങിക്കൊണ്ട് തൻ്റെ മകൾ മരണപ്പെട്ടിരിക്കുന്നു, എന്നാൽ നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും എന്ന് പറയുന്ന സംഭവം. അങ്ങനെ ഈ ഭരണാധികാരിയുടെ വീട്ടിലോട്ട് യേശു യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുന്ന വഴിക്ക് വെച്ച് രക്തസ്രാവക്കാരി വന്ന് ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിക്കുന്നു. അവൾ സൗഖ്യം പ്രാപിക്കുന്നു. എന്നിട്ട് തുടർന്ന് ഈശോ അവളെ ആശ്വസിപ്പിച്ച് അയച്ചിട്ട് ഈ വീട്ടിലെത്തുന്നു, ഭരണാധികാരിയുടെ വീട്ടിലെത്തുന്നു, ബാലികയെ ഉയർപ്പിക്കുന്നു. ഇതാണ് സംഭവം. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം, മാർക്കോസ് 5-ാം അധ്യായം നമ്മളിത് വായിക്കുന്നുണ്ട്. ഇവിടെ ലൂക്കായുടെ സുവിശേഷം എത്തുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, നമ്മളിവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ അത്രയും വിശദമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രത്യേകതയുള്ളത്, ഈ 2 പേർക്കും 12 എന്ന സംഖ്യയായിട്ട് ബന്ധമുണ്ട്. 12 വർഷമായി രക്തസ്രാവം ബാധിച്ചിരുന്നൊരു സ്ത്രീ, അതുപോലെ തന്നെ അവൾക്ക് രക്തസ്രാവം, ഈ 12 വയസ്സുള്ള ബാലിക, അങ്ങനെയാണ് ഈ മരണപ്പെട്ട പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത്. ഈ പെൺകുട്ടി ജനിച്ച വർഷം മുതൽ ഇവൾക്ക് രക്തസ്രാവമുണ്ട്. 12 വയസ്സായി. 12 വർഷം പഴക്കമുള്ള 2 കാര്യങ്ങൾ: 12 വർഷം പഴക്കമുള്ള രോഗവും 12 വയസ്സുള്ളൊരു പെൺകുട്ടിയും. ഇങ്ങനെയാണ് നമുക്കിത് കാണാൻ സാധിക്കുക. നമ്മൾ ഓർക്കേണ്ടത്, ഈ മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ മൃതശരീരത്തിനരികിൽ ചെന്നിട്ട് ഈശോ അവളുടെ കൈക്ക് പിടിച്ച് ഉയർത്തി എന്നാണ് പറയുന്നത്. കൈക്ക് പിടിച്ച് ഉയർത്തി. അതായത് യഹൂദ പശ്ചാത്തലത്തിൽ മൃതശരീരം അശുദ്ധമാണ്. മൃതശരീരത്തിൽ സ്പർശിക്കുന്നവരും അശുദ്ധമാകും. അവന് പിന്നീട് പൊതു കാര്യങ്ങളിലേക്ക് ഇടപെടാനോ ഭക്തകാര്യങ്ങളിൽ ഇടപെടാനോ ഒന്നും അനുവാദമില്ല. പിന്നെ അതിനെല്ലാം പരിഹാരക്രിയകൾ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈ നല്ല സൗരിയാക്കാരൻ്റെ കഥ പറയുമ്പോൾ ജെറിക്കോയിലേക്കുള്ള വഴിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ട മനുഷ്യനെ തൊടാനോ അവൻ്റെ അടുത്ത് പോകാനോ ശ്രമിക്കാതെ ലെവായനും പുരോഹിതനും അതുവഴി കടന്നുപോയി എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം ഇവര് അവരുടെ ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടി പോകുമ്പോൾ ഈ വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ, അയാളിങ്ങനെ മരണപ്പെട്ടിട്ടില്ല, അത് മരണപ്പെട്ടോ മരണപ്പെട്ടില്ലയോ എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. നീ തൊടുന്ന സമയത്താണോ മരണപ്പെടുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആ രീതിയിൽ ആക്രമിക്കപ്പെട്ട് കിടക്കുന്ന ആളെ തൊട്ടാൽ ഇവർ അശുദ്ധനാകും. അതുകൊണ്ടാണ് ഇവർ വഴി മാറിപ്പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. തെറ്റാണ് അവർ ചെയ്തത്. ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഇവിടെയും യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടീൻ്റെ അടുത്ത് വന്ന് അവളോട് പറഞ്ഞാൽ മതി, അവള് ജീവനുള്ളവളായി മാറും. അത് നമുക്കറിയാം. പക്ഷേ അയാളുടെ ആവശ്യമായിരുന്നു, അയാൾ ഈശോയോട് അപേക്ഷിച്ചത് എന്താണ്? അയാൾ അപേക്ഷിച്ചത്, എൻ്റെ മകൾ ഇപ്പോൾ മരിച്ചതേ ഉള്ളൂ, എന്നാൽ നീ വന്ന് അവളുടെ മേൽ കൈ വെക്കുമെങ്കിൽ അവൾ ജീവൻ പ്രാപിക്കും. അപ്പം അയാളുടെ വിശ്വാസമാണ്, അയാളുടെ പ്രാർത്ഥനയാണ്. അതിനെ ഈശോ മാനിച്ചുകൊണ്ട് അവളുടെ കൈക്കു പിടിച്ച് ഉയർത്തി. 25-ാം വാക്യം, 9-ാം അധ്യായം 25-ാം വാക്യം, ഉയർത്തി. അപ്പോൾ ബാലിക എഴുന്നേറ്റു. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അശുദ്ധമാകാൻ, ഈ തൊടുന്ന ആളും അശുദ്ധമാകാൻ സാധ്യതയുള്ള മൃതശരീരത്തിൽ തൊട്ടുകൊണ്ട് അവളെ സൗഖ്യപ്പെടുത്തുന്നു. ഇനി ഇതിനിടയ്ക്കുണ്ടാക്കുന്ന സംഭവം എന്താണ്? ഈ 12 വർഷമായി രക്തസ്രാവം ബാധിച്ചതും അശുദ്ധമാണ്. ഈ രക്തസ്രാവം ബാധിച്ച് അശുദ്ധമാകുക എന്നൊക്കെ പറയുന്നത്, അശുദ്ധിയിലായിരിക്കുക എന്ന് പറയുന്നത് ലേവായരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന സംഭവമാണ്. അങ്ങനെ അവള് സൗഖ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പ്രായശ്ചിത്ത കർമ്മങ്ങൾ, പരിഹാരക്രിയകളെല്ലാം ചെയ്തതിനു ശേഷം മാത്രമേ പൊതുസമൂഹത്തിലേക്ക് അവൾക്ക് വരാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. രക്തസ്രാവക്കാരി എന്ന് പറയുന്നതും അശുദ്ധമായ ഒരു അവസ്ഥയിലാണ്. അവള് ഇങ്ങോട്ട് വന്ന് തൊട്ടു. ഇപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, യേശു പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിങ്ങനെ സാൻഡ്വിച്ച് സുവിശേഷമായിട്ട് വരാൻ കാരണം, നമ്മള് മൃതശരീരം അശുദ്ധമാണ്, അതിൽ തൊട്ടാൽ നമ്മളും അശുദ്ധരാകും എന്നൊക്കെ പറയുന്നൊരു സമൂഹത്തിൽ അതിന് ജീവൻ നൽകാൻ വേണ്ടി ഈശോ ആ മൃതശരീരത്തിൽ തൊട്ടു, ജീവൻ നൽകി. ഇനി ഈ സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിൽ അവളും സ്പർശിച്ചു, അവളുടെയും അശുദ്ധി മാറി. അവൾ ഇനി രക്തസ്രാവക്കാരി അല്ല. അതിനർത്ഥം അവൾ അശുദ്ധിയിലല്ല. കർത്താവിനെ തൊടുന്നവരൊക്കെ ശുദ്ധി പ്രാപിക്കുകയാണ്. അങ്ങനെ അവള് ആ ശുദ്ധതയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ
പിന്നെ അവൾ ഈ പറഞ്ഞ രീതിയിൽ അശുദ്ധിയിലല്ല എന്ന് പറയുന്നൊരു വസ്തുത നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ഈശോ വീണ്ടെടുക്കുക, ഈ മൃതശരീരത്തെ ജീവനിലേക്ക് വീണ്ടെടുത്ത പോലെ രക്തസ്രാവക്കാരിയെ സമൂഹത്തിലേക്ക് വീണ്ടെടുത്തു, അവളുടെ സമൂഹത്തിലെ സ്വാതന്ത്ര്യത്തിലേക്ക് വീണ്ടെടുത്തു. അവൾക്കിനി സ്വതന്ത്രമായിട്ട് മറ്റെല്ലാ മനുഷ്യനെ പോലെ ജീവിക്കാം സമൂഹത്തിൽ. അവളെ ജീവൻ, അവൾക്ക് ആ സാമൂഹിക ജീവൻ തിരിച്ചു നൽകിയെന്നുള്ളത് തന്നെയാണ്. ഇവൾക്ക് ശരീരത്തിന്റെ ജീവൻ തിരിച്ചു നൽകിയെന്ന് പറയുന്ന പോലെ ഈ സ്ത്രീക്ക് സാമൂഹിക ജീവൻ തിരിച്ചു നൽകിയെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ജൂലൈ 6-ാം തീയതിയാണ്. ജൂലൈ 6-ാം തീയതി നമ്മൾ മരിയ കുരേറ്റിയുടെ തിരുനാൾ ആചരിക്കുക. വിശുദ്ധ മരിയ കുരേറ്റി 1890 മുതൽ 1902 വരെ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് മരിയ കുരേറ്റി. 12 വയസ്സുള്ള ഒരു വിശുദ്ധ. നമ്മളിവിടെ 12 വയസ്സുള്ള ബാലികയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും 12 വർഷമായ രക്തസ്രാവം ബാധിച്ചതും അതുപോലെ തന്നെ ഒരു കോയിൻസിഡന്റ് എന്ന രീതിയിൽ, യാദൃശ്ചികം എന്ന രീതിയിൽ ഈ 12 വയസ്സുള്ള ഒരു വിശുദ്ധയുടെ തിരുനാൾ കൂടി ഇന്ന് ആചരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ നോർമൽ ലിറ്റർജിക്കൽ റീഡിങ്സിൽ വരുന്ന ഈ 2 വ്യക്തികളോടൊപ്പം മരിയ കുരേറ്റി നമ്മൾ ചേർത്ത് പിടിക്കുക. മരിയ കുരേറ്റി എന്ന് പറയപ്പെടുന്ന 12 വയസ്സുകാരി എന്താ ചെയ്തത്? അവളുടെ മരണം കൊണ്ട് അനേകരെ വിശുദ്ധിയെക്കുറിച്ച് സ്മരിപ്പിക്കുന്നവളായി അവൾ മാറി, വിശുദ്ധിയുടെ ഓർമ്മ നൽകുന്നവളായി അവൾ മാറി. ആ പേര് കേൾക്കുന്ന മാത്രയിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരോടൊക്കെ സംസാരിക്കാൻ, പ്രസംഗിക്കാൻ, പഠിപ്പിക്കാൻ മരിയ കുരേറ്റി ഒരു ഉത്തമ ഉദാഹരണമായി മാറി, ജീവിച്ചു. അപ്പോൾ ഈ 12 വയസ്സുകാരി 14 കൂടുതൽ ഇങ്ങനെ കുത്തുകൾ ഏറ്റുവാങ്ങി അലക്സാണ്ടർ എന്ന് പറയപ്പെടുന്ന ആ ചെറുപ്പക്കാരൻ്റെ കൈകൊണ്ട്, കടാര കൊണ്ട് മരണം, രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുമ്പോൾ അവൾ മരണപ്പെട്ടു. പക്ഷേ മരണപ്പെട്ടവൾ അവളുടെ കൊലപാതകിയായ അലക്സാണ്ടർ ഉൾപ്പെടെ അനേകരെ വിശുദ്ധിയിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. മരിയ കുരേറ്റി ഉയർത്തെഴുന്നേൽപ്പു. മരിയ കുരേറ്റിയുടെ ജീവിത മാതൃക അനേകരുടെ പാപത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായി മാറുകയും ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുന്ന 2 12കളും ഇന്നത്തെ വിശുദ്ധയായ മരിയ കുരേറ്റിയുടെ 12 വയസ്സും ഒക്കെ നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കോമൺ ഫാക്ടർ. ഈ 12 എന്ന് പറയുന്നത് ഈ 3 വരുന്നുണ്ടെങ്കിൽ അതിനൊരു കോമൺ ഫാക്ടർ ഉണ്ട്. ആ കോമൺ ഫാക്ടർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേർക്കും ഒരു ഉയർപ്പുണ്ട്. ബാലിക ലിറ്ററലി ജീവൻ, ആ ശരീരത്തിന്റെ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നു. രക്തസ്രാവക്കാരി സാമൂഹിക ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നു. മരിയ കുരേറ്റി നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ 12 ഉയർത്തെഴുന്നേൽപ്പുമായുള്ള ബന്ധമാണ് ഈ 3 വ്യക്തികളിൽ പരസ്പരം കണക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു 3 തലങ്ങളിലെയും ഉയർത്തെഴുന്നേൽപ്പ്, അതിപ്പോ നമ്മളുടെ അടിഞ്ഞുപോയ ബലഹീനതകളിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. നമ്മൾ തിരസ്കരിക്കപ്പെട്ട സമൂഹത്തിലേക്ക് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. നമുക്ക് കൈമോശം വന്ന വിശുദ്ധിയിലേക്ക് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. അതിന് മരിയ കുരേറ്റിയുടെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കുമാറാകട്ടെ.